യേശുവേ നാഥ, ഞങ്ങളെല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടത്തേക്ക് ഞങ്ങളെപ്പറ്റി ഒരു പദ്ധതിയുണ്ട്, ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ ആ പദ്ധതികൾ തിരിച്ചറിയുവാനും ദൈവം അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനും ജീവിക്കുവാനും ആ വലിയ ദൈവീക നന്മകൾ ഞങ്ങളുടെ പങ്കുവെക്കുവാനും തക്കവണ്ണം ദൈവമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേവാലയ കൂട്ടായ്മയും ഞങ്ങളുടെ ഭവനങ്ങളെയും ഞങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. പെന്തിക്കോസ്തിയുടെ നാളില് വിശ്വസ്ലീഹന്മാരുടെ മേൽ അവിടുത്തെ ആത്മാവ് കടന്നു വന്ന് അവരെ ശക്തിപ്പെടുത്തി അനുഗ്രഹിച്ചതുപോലെ സ്ലീഹന്മാരുടെ സാന്നിധ്യം അവിടുത്തെ സാന്നിധ്യമായി മാറ്റപ്പെട്ടതുപോലെ ആ ക്രിസ്തു അനുഭവത്തിലേക്ക് ഞങ്ങളെ വളർത്തണമേ, ഞങ്ങളെ ചേർത്ത് നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങൾ, കടന്നു പോകുന്ന ഇടങ്ങൾ, ഇടപെടുന്ന എല്ലാ മേഖലകളെയും സമർപ്പിക്കുക. ഞങ്ങൾ ദേവാലയത്തിലായിരിക്കുമ്പോൾ ഈ ദിവസത്തെയും ഈ മണിക്കൂറുകളെയും പ്രത്യേകമായി സമർപ്പിക്കുന്നു. ദൈവം വചനം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ ദൈവം ഞങ്ങൾക്ക് ആവശ്യമായ വചനത്തെ ദൈവം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ വലിയ അനുഗ്രഹത്തെ, കൃപയെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെ, ആവശ്യങ്ങളൊക്കെ അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. പ്രിയമുള്ളവരെ, എന്ത് പറയണമെന്ന് ആലോചിക്കുമ്പോൾ ഇവിടെ ദേവാലയത്തിലേക്ക് കടന്നു വരും എൻ്റെ മനസ്സിലേക്ക് വന്നത്, ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം പത്രോസ് സ്ലീഹായുടെ മുമ്പിൽ ഈശോ ആയിരിക്കുമ്പോൾ ഈശോ ചോദിക്കുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഒന്നാമത് ചോദിക്കും, രണ്ടാമത് ചോദിക്കും, മൂന്നാമത് ചോദിക്കും, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഈശോ പത്രോസ് സ്ലീഹ പറയുന്നുണ്ട്, നീ എല്ലാം അറിയുന്നുണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് അറിയുന്നുണ്ടല്ലോ. ഇതേ ചോദ്യം ദൈവം നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മുടെ ആൻസർ എന്താ? നീ എന്നെ സ്നേഹിക്കുന്നു. നമ്മൾ ഓരോരുത്തരോടും നമുക്ക് ചോദിക്കാം. ദൈവം നമ്മളോട് ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എന്താ നമ്മുടെ ആൻസർ? എന്താ നമ്മുടെ ഉത്തരം? ഉണ്ടെന്നോ ഇല്ലെന്നോ? കേൾക്കുന്നില്ല. എന്താ? കേൾക്കുന്നില്ല. ഇവിടുന്ന് ആരും ഒന്നും സ്നേഹിക്കുന്നുണ്ടോ? ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ട്. നമ്മളെല്ലാവരും ആരെ സ്നേഹിക്കുന്നുണ്ട്? ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ വചനത്തെ വായിക്കുന്നുണ്ട്, കാണപ്പെടുന്ന സഹോദരങ്ങളെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കില്ല. എന്റെ സഹോദരങ്ങളെ സ്നേഹിക്കാതെ എനിക്ക് എന്റെ ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കില്ല. അപ്പൊ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവസന്നിധിയിൽ ഞാൻ ആയിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരിലേക്കും എനിക്ക് എന്ത് പങ്കുവെക്കാൻ പറ്റണം? ദൈവത്തിന്റെ സ്നേഹത്തെ, ദൈവത്തിന്റെ കൃപയെ പങ്കുവെക്കാൻ പറ്റണം. ഈശോയുടെ സ്നേഹത്തിന്റെ അനുഭവം എന്താ? അതെല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതാ. ആരെങ്കിലും മാറ്റി നിർത്തിയതാണോ? എല്ലാവരെയും ചേർത്ത് പിടിക്കുകയും കൊണ്ടു നടക്കുകയും ഒപ്പമായിരിക്കുകയും ചെയ്യുന്ന അനുഭവമാണ് ഈശോ നൽകിയ സ്നേഹത്തിന്റെ അനുഭവം, അല്ലേ? ആണോ ഇല്ലയോ? ആണോ? നമ്മൾ ഈശോ കുരിശിൽ കിടക്കുമ്പോൾ ബൈബിളിന്റെ ഹെഡിങ്ങിൽ കാണും, ഈശോ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്. ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിലും ഈശോയെ സംബന്ധിച്ച് ആരെങ്കിലും ശത്രുക്കളാണെന്ന് കരുതുന്നുണ്ടോ? ഉണ്ടോ? അല്ല. എല്ലാവരും ഈശോയെ സംബന്ധിച്ച് തന്റെ സ്നേഹിതരാണ്, തന്റെ മക്കളാണ്. അപ്പൊ നമ്മള് ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, ജീവിക്കുമ്പോൾ ദൈവം നമ്മളോട് ചോദിക്കുന്ന അതേ ചോദ്യം, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പൊ നമ്മളൊക്കെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, യാതൊരു സംശയവുമില്ല. നമ്മൾ ദൈവത്തെ അടുത്തറിഞ്ഞ നാളു മുതൽ നമ്മൾ ഓരോ കൂദാശകളിൽ പങ്കുചേരുമ്പോൾ, ഓരോ കൂദാശയുടെ ഭാഗമാകുമ്പോഴൊക്കെ ഈ ദൈവകൃപയെ ആഗ്രഹിച്ച് ഒരുങ്ങി നമ്മൾ സ്വീകരിക്കുകയും ആ സ്നേഹത്തോടെ നമ്മൾ അടുത്ത് ചെല്ലുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്.
പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ മുമ്പോട്ടുള്ള യാത്രകളിൽ അറിഞ്ഞോ അറിയാതെയോ ഈ ദൈവസ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ വെളിപാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. സഭകളോട് സംസാരിക്കുമ്പോൾ പറയുന്നു, എനിക്ക് നിന്നോടൊന്ന് പറയാനുണ്ട്, ആദ്യമുണ്ടായിരുന്ന സ്നേഹം നിനക്ക് നഷ്ടപ്പെട്ടു പോയി. ആദ്യമുണ്ടായിരുന്ന സ്നേഹം നിനക്ക് നഷ്ടപ്പെട്ടു പോയി. ആദ്യമായി ഞാൻ യേശുവിനെ അറിഞ്ഞത്, ആദ്യമായി യേശുവിനെ ഞാൻ സ്നേഹിച്ചത്, ആദ്യമായി ഈശോയുടെ അനുഭവത്തിൽ ഞാൻ ചേർന്ന് നിന്നത്, കൂദാശ അനുഭവത്തിൽ ഞാൻ ചേർന്ന് നിന്നത് എപ്രകാരമായിരുന്നു? ഇതെല്ലാം നമുക്ക് ലഭ്യമാകുന്ന അനുഭവത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമുക്കുണ്ടായിരുന്ന ഒരു തീഷ്ണത നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ഉറപ്പായിട്ടും അത് നമുക്ക് തിരിച്ച് വിചിന്തനം ചെയ്യാൻ പറ്റണം. നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന്, ദൈവാനുഭവം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്. ഈശോ ദേവാലയം നവീകരിക്കുന്ന അനുഭവത്തില് ഈശോ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ കാണുന്ന എന്താ? കാളകളെയും മാടുകളെയും പ്രാവുകളെയും ഒക്കെ വിൽക്കുന്നവരെ കാണുന്നുണ്ട്. ഈശോ അവരോട് പറയുന്നത് എന്താ? എന്റെ പിതാവിന്റെ ആലയം പ്രാർത്ഥനാലയമാണ്, അത് കച്ചവട സ്ഥലം ആക്കരുത്. അപ്പം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോഴും ജീവിക്കുമ്പോഴും നമുക്ക് വിചിന്തനം ചെയ്യാൻ പറ്റണം. അതിനെ എപ്രകാരമാണ് നമ്മൾ ആക്കിയത്? നമുക്ക് ദൈവത്തിന്റെ ആലയങ്ങളാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവാണ് ആരിൽ വസിക്കുന്നത്? നമ്മുടെ ഓരോരുത്തരിലും വസിക്കുന്നത്. അപ്പം ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ആയിരിക്കുന്നത് ദൈവാനുഭവത്തിലാ, ക്രിസ്തു അനുഭവത്തിലാ. ക്രിസ്തുവിന്റെ അനുഭവങ്ങളെ പങ്കുവെക്കുന്ന ഒരു അനുഭവത്തിലേക്കാണ് നമ്മൾ വളരേണ്ടത്. പക്ഷെ എവിടെയൊക്കെ അറിഞ്ഞോ അറിയാതെയോ കുറവുകൾ, നമ്മൾ മനുഷ്യരാണ്, മാനുഷികമായ ബലഹീനതകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ വിശുദ്ധ സ്നേഹന്മാരുടെ ഒക്കെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഈശോയുടെ സ്നേഹന്മാരാണ്. ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഈശോയോടൊപ്പം വിശുദ്ധ സ്നേഹന്മാരുണ്ട്. ഈശോയുടെ ഉത്ഥാനത്തിന് സാക്ഷികളായിട്ട് വിശുദ്ധ സ്നേഹന്മാരുണ്ട്. നമ്മൾ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണുന്ന യാഥാർത്ഥ്യം എന്താ? ഈശോയുടെ പീഡാസഹനങ്ങളില് അവർ പിന്തിരിഞ്ഞ് പോയിട്ടുണ്ട്. ഉത്ഥാനത്തിന് സാക്ഷികളായിരിക്കുമ്പോഴും അവരറിഞ്ഞോ അറിയാതെ അവരുടെ ജീവിതത്തിന്റെ പഴയ അനുഭവങ്ങളിലേക്ക് അവര് കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അവർക്ക് മാറ്റമുണ്ടാകുന്നത്, അവർ ശക്തിപ്പെടുന്നത് ഏതനുഭവത്തിലാ? പെന്തിക്കോസ്തിയിൽ പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ്. അത് കഴിയുമ്പോഴാണ് അവരായിരുന്ന ഇടങ്ങളിൽ അവരിലൂടെ ക്രിസ്തു അനുഭവം പങ്കുവെക്കപ്പെട്ടത്. അതുവരെ അവരിൽ ഈ കുറവുകൾ ഉണ്ടായിരുന്നു, മാനുഷികമായ ബലഹീനതകൾ അവരിൽ ഉണ്ടായിരുന്നു. ക്രിസ്തുവിനോടൊപ്പം നടന്നിട്ടും അവർ പിന്തിരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴും ഈ ഒരു യാഥാർത്ഥ്യം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ ക്രിസ്തുവിനെ അറിയുമ്പോഴും ക്രിസ്തു അനുഭവം നമുക്കുണ്ടാകുമ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിന്റെ പഴയ കാലങ്ങളിലേക്ക്, അല്ലെ കുറവുകളിലേക്ക്, ബലഹീനതകളിലേക്ക് നമ്മൾ വീണു പോകുന്നുണ്ട്. ഈ ഒരു ദൈവാനുഭവം ലഭിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഉണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഭവം മനസ്സിലാക്കാത്ത, അനുഭവിക്കാത്ത ആരെങ്കിലും നമ്മിലുണ്ടോ? പക്ഷെ അതേ സമയം തന്നെ ദൈവം ഉണ്ടോ എന്ന് ചിന്തിക്കുന്ന നിരാശയുടെ നിമിഷങ്ങളിലേക്ക് കടന്നുപോയ അനുഭവങ്ങളും നമുക്കുണ്ട്, ഇല്ലേ? ഇത് രണ്ടും നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമാണ്. നമ്മൾ വിശുദ്ധ പത്രോസ്ലീഹായുടെ ഇതിൽ നമ്മൾ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സഭയെ സ്ഥാപിക്കുന്ന അനുഭവത്തില് പത്രോസ് നീ ഭാഗ്യവാനാണ്, നിന്നെ സഭയെ സ്ഥാപിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന അനുഭവമുണ്ട്. നീ ജീവിക്കുന്ന ദൈവമാണ് ഇത് നിനക്ക് പിതാവായ ദൈവമാണ് നിനക്ക് വെളിപ്പെടുത്തുന്നതെന്ന് പറഞ്ഞ് അടുത്ത നിമിഷം തന്നെ വചനം നമ്മൾ കാണുന്നുണ്ട്. ഈശോ നിന്റെ പീഡാസഹനങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിനക്കിത് സംഭവിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ്ലീഹ സംസാരിക്കുമ്പോൾ ഈശോ പറയുകയാണ്, പിശാചി നീ എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോവുക. അതായത് തൊട്ടു മുമ്പ് നീ ക്രിസ്തുവാണ്
എന്ന് പറയപ്പെടുന്നിടത്ത്, സഭയുടെ അനുഭവത്തെ പറ്റി പറയപ്പെടുന്ന തൊട്ടടുത്ത നിമിഷം പറയുകയാണ് പിശാചെ മാറിപ്പോ. അപ്പൊ നമ്മുടെയൊക്കെ മുമ്പിലുള്ള ഒരു യാഥാർത്ഥ്യമാണ് എന്ത്? ഈ ഒരു ദൈവികതയും പൈശാചികതയും. ദൈവികമായി ആയിരിക്കുവാനും അതേസമയം കുറവുകളിലേക്ക് വീണു പോകുവാനുള്ള ഒരു സാധ്യതകൾ നമ്മുടെ മുമ്പിൽ ഓരോ നിമിഷവും ഉണ്ട്. നമുക്കത് തിരിച്ചറിയാൻ പറ്റണം. ദൈവികമായി ആയിരിക്കാനും ദൈവികമായിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് താഴെ പോകാനുമുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നന്മയും തിന്മയും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, നീ ജീവിക്കേണ്ടതിന് നന്മയായത് തിരഞ്ഞെടുക്കുക. നന്മയും തിന്മയും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, നീ ജീവിക്കേണ്ടതിന് നന്മയായത് തിരഞ്ഞെടുക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു നോക്കാം. യേശു ദേവാലയം ശുദ്ധീകരിക്കുന്ന അനുഭവത്തെ പറ്റി പറഞ്ഞുവല്ലോ. ആദ്യമായി ജെറുസലേം ദേവാലയത്തില് ഈ കാളകളെയും ആടുകളെയും പ്രാവുകളെയും ഒക്കെ അവിടെ രൂപപ്പെടുത്തിയത്, അല്ലെ അവിടെ കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയായിരിക്കാം? എന്തിനു വേണ്ടിയായിരിക്കും? ബലിയർപ്പിക്കാൻ വരുന്നവരെ സഹായിക്കാൻ വേണ്ടിയായിരിക്കും. ആണോ അല്ലയോ? ആണോ അല്ലയോ? എന്ത് തോന്നുന്നുണ്ട്? ബലിയർപ്പിക്കാൻ വരുന്നവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇതൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത്. എന്നാൽ കാലത്തിന് മുമ്പോട്ടുള്ള പോക്കിൽ എന്ത് സംഭവിച്ചു? ഈ ഒരു മോട്ടീവ് മാറി, ഇന്റൻഷൻ മാറി, കച്ചവട മനസ്ഥിതിയിലേക്ക് എന്ത് മാറി? ഇതെല്ലാം മാറ്റപ്പെട്ടു. അവിടെയാണ് ദൈവം പറയും, എന്റെ ദൈവത്തിന്റെ ആലയം പ്രാർത്ഥനാലയം. പ്രാർത്ഥിക്കുവാൻ വരുന്നവരെ സഹായിക്കുവാനും പ്രാർത്ഥിക്കുവാനും വേണ്ടി ഒരുക്കപ്പെട്ടത് അറിഞ്ഞോ അറിയാതെയോ കച്ചവടമായി മാറ്റപ്പെട്ടപ്പോൾ അതെന്തായി? തിന്മയായി മാറ്റപ്പെടുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും ഇതുപോലെ തന്നെ സംഭവിക്കുക. നമ്മൾ ആദ്യമായി ആരംഭിച്ചത് ദൈവാനുഭവത്തെ പ്രതി, ദൈവസ്നേഹത്തെ പ്രതി തുടങ്ങിയ പലതും നമ്മൾ അറിയാതെ തിന്മയായി മാറ്റപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അത് ഗൗരവമായ കാര്യമാണ്. നമ്മൾ ആദ്യ നാളുകൾ, ആദ്യത്തെ സമയത്ത് നമ്മുടെ ഇന്റൻഷനൊക്കെ ശരിയായിരുന്നു. പക്ഷെ പിന്നീട് എപ്പോഴോ മുമ്പോട്ട് പോയപ്പോൾ ആ ഇന്റൻഷനൊക്കെ മാറി മറ്റു പലതിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്ത് സംഭവിക്കും? തിന്മ സംഭവിക്കും. അപ്പൊ നമ്മളൊക്കെ നോക്കിക്കൊണ്ട് ദൈവം പറയേണ്ട അവസ്ഥ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ വിചിന്തനം ചെയ്യാൻ പറ്റണം. നമ്മൾ നന്നായി തുടങ്ങി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് നമ്മളൊക്കെ പോകുമ്പോൾ കായലിന്റെയും ആബേലിന്റെയും ജീവിതം നമ്മൾ നിരവധി പ്രാവശ്യം നമ്മൾ വായിക്കുകയും കുഞ്ഞുങ്ങൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നതാണ്. നമ്മൾ വചനത്തിൽ എന്താ കാണുന്നത്? രണ്ടുപേരും ബലിയർപ്പിക്കാൻ പോയി. തെറ്റുണ്ടോ? തെറ്റുണ്ടോ? രണ്ടുപേരും ബലിയർപ്പിച്ചു. തെറ്റുണ്ടോ? എവിടെയാ തെറ്റ് സംഭവിക്കുന്നേ? അതായത് ദൈവം ആബേലിന്റെ ബലിയിൽ കൂടുതൽ പ്രതിപ്പെടാൻ കാരണം എന്താ? ഏറ്റവും നല്ലത് കണ്ടെത്താൻ അത് ചെയ്യാൻ തയ്യാറായി. പക്ഷെ ആ നിമിഷം മുതൽ അതുവരെ പോയതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? കായനും ബലി അർപ്പിക്കുകയോ ചെയ്തത്. പക്ഷെ അതിനുശേഷം അറിഞ്ഞോ അറിയാതെയോ ആ പോയ വഴി ഒന്ന് മാറിപ്പോയി. അത് അവസാനം എന്തിലേക്ക് പോയി? കൊലപാതകത്തിലേക്ക് മാറ്റപ്പെട്ടു. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴും ഈ ഒരു അനുഭവം അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്നു. നമ്മൾ ആദ്യമായി തുടങ്ങിയത്, ആദ്യമായി ചെയ്തത് ഒക്കെ ശരിയായ, ദൈവം ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കണമെന്ന് ആഗ്രഹിച്ചൊക്കെ തുടങ്ങിയ കാര്യങ്ങളാ. പക്ഷെ എപ്പോഴോ നമ്മൾ വഴി മാറി നമ്മൾ പോവുകയും വഴി മാറി സഞ്ചരിക്കുകയും ചെയ്തതിന്റെ ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ അറിയാതെ തെറ്റുകളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ വിലയിരുത്താൻ നമുക്ക് പറ്റണം. നമുക്ക് നിരന്തരം നന്മയിലായിരിക്കുക എന്ന് പറയുന്നത് സാധ്യമാണോ? നിരന്തരം നന്മയിലായിരിക്കുക എന്ന് പറയുന്നത് സാധ്യമാണോ? ആണെന്നോ അല്ലെന്നോ? എന്താ? നിരന്തരം നന്മയിലായിരിക്കാൻ നമുക്ക് പറ്റുമോ? പറ്റില്ല. പക്ഷെ നമുക്ക് പറ്റുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് തെറ്റ് പറ്റാം.
അനുതപിക്കാനും വീണ്ടും ഈ നന്മയിലാകുവാനുമുള്ള ഒരു പരിശ്രമം നമുക്ക് പറ്റില്ലേ? പറ്റുമോ? ഈ ഒരു ആഗ്രഹം, പരിശ്രമം നമുക്ക് പറ്റുമോ? കേൾക്കുന്നില്ല. എന്ത് പറയുന്നു? തെറ്റുപറ്റാം, പക്ഷെ തെറ്റുപറ്റുന്നത് തിരുത്താനുള്ള ഒരു ആഗ്രഹം, അത് തിരുത്തി വീണ്ടും നന്മയിലായിരിക്കാനുള്ള ഒരു പരിശ്രമം നമുക്ക് പറ്റില്ലേ? പറ്റണം. അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ബലഹീനരാണെന്നും കുറവുകളുള്ളവരാണെന്നും ഒക്കെ ദൈവത്തിനറിയാം. അതുകൊണ്ടല്ലേ ഈ കൂദാശകൾ ദൈവം നമുക്ക് നൽകിയത്. അതുകൊണ്ടല്ല ഓരോ കൂദാശകളും, കുമ്പസാരത്തിലും രോഗികളുടെ തൈലാഭിഷേകത്തിലും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം തരാൻ തക്കവണ്ണം പാപമോചനം നൽകുന്നത് അതുകൊണ്ടല്ലേ? അല്ല അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? അപ്പൊ ദൈവം നമ്മളെ അറിയുന്നുണ്ട്. ഇവിടെയൊക്കെ ദൈവം, നമ്മൾ കുമ്പസാരം എന്ന കൂദാശയിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്താ? അനുദപിച്ചുകൊണ്ടല്ലേ നമുക്ക് പോകേണ്ടത്? ആണോ ഇല്ലയോ? നമ്മൾ വചനത്തിൽ നിരവധി പ്രാവശ്യം കാണുന്നുണ്ട്, അനുദപിക്കുന്ന പാപിയെ ഓർത്ത് സ്വർഗം സന്തോഷിക്കും. അനുദപിക്കുന്ന പാപിയെ ഓർത്ത് സ്വർഗം, ദൈവം സന്തോഷിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു വരാം. നമ്മളൊക്കെ സന്തോഷമുള്ളവരാണോ? സന്തോഷമുണ്ടോ? നമുക്ക് ഉണ്ടെന്നോ ഇല്ലെന്നോ? ഓക്കെ, നമുക്ക് എപ്പോഴാണ് സന്തോഷം കൂടുതൽ ഉണ്ടാവുന്നത്? എപ്പോഴാണ് സന്തോഷം കൂടുതൽ ഉണ്ടാകുന്നത്? അല്ല സന്തോഷം കുറയുന്നത്, അല്ലെ സങ്കടം ഉണ്ടാവുന്നത് എപ്പോഴാ? നമ്മൾ ഒരു കാര്യം നേടിയെടുക്കാൻ ആഗ്രഹിച്ചിട്ട് നടക്കാതെ വന്നാല് എന്ത് സംഭവിക്കും? സങ്കടം ഉണ്ടാകും. അത് നേടിയെടുത്താലോ സന്തോഷം ഉണ്ടാവും. നമ്മളൊരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി വീണ്ടും 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 അധ്വാനിക്കുന്നു, തോക്കുന്നു, പരാജയപ്പെടുന്നു, ഒരിക്കൽ അത് ലഭിക്കുന്നു. അപ്പോൾ ലഭിക്കുന്ന സന്തോഷം എത്രമാത്രം ഉണ്ടാവും? ആദ്യത്തെ സന്തോഷത്തിന്റെ ലെവലാണോ? അതിനെക്കാട്ടി കൂടിയ സന്തോഷമായിരിക്കുമോ? കൂടിയ സന്തോഷമായിരിക്കും. ഈശോ മിശിഹ ഉപമയിൽ നമ്മൾ കാണുന്നുണ്ട്, 100 ആടുകളുടെ ഉപമയിൽ പറയുന്നുണ്ട്, ഒരാട് നഷ്ടപ്പെട്ടു പോയാല് ബാക്കിയുള്ളതിനെല്ലാം 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടു പോയ ആടിനെ തേടിപ്പോകും. അതിനെ കണ്ടു കിട്ടുമ്പോൾ സന്തോഷത്തോടെ തോളിലേറ്റും. അതിന്റെ തുടർച്ചയായിട്ട് പറയുകയാണ്, നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ ഉപരിയായിട്ട് അനുദപിക്കുന്ന പാപിയെ കുറിച്ച് കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് പറയുന്നു. അവിടെ ഒരു കാര്യം കൂടെ, അവിടെ യാഥാർത്ഥ്യമില്ലേ? ദൈവത്തിന് കൂടുതൽ സന്തോഷം അനുദപിക്കുന്ന പാപിയെ കുറിച്ച് ഉണ്ടായാൽ അതിനർത്ഥം അനുദപിക്കാത്ത പാപിയെ കുറിച്ചുള്ള ദൈവത്തിന്റെ അവസ്ഥ എന്താ? സന്തോഷമാണോ സങ്കടമാണോ? സന്തോഷം ഓർ സങ്കടം? ഓക്കെ, ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. എന്നെ നോക്കുമ്പോൾ ദൈവത്തിന് സന്തോഷമാണോ സങ്കടമാണോ? പറയേണ്ട ആരും. നമ്മുടെ ജീവിതത്തിലേക്ക് എന്റെ ദൈവം നോക്കുമ്പോൾ ദൈവത്തിന് എന്നെ കുറിച്ച് സന്തോഷമാണോ സങ്കടമാണോ? അത് സന്തോഷമാകണം. ആ സങ്കടത്തിന്റെ അനുഭവത്തിലാണെങ്കിൽ സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് മാറ്റപ്പെടണം. അതിന് നമുക്ക് സാധ്യമാവുക, നമുക്ക് തെറ്റ് പറ്റാം, കുറവുകൾ പറ്റാം, പക്ഷെ അനുദപിക്കാനും വീണ്ടും വീണ്ടും നന്മ ചെയ്യാനുമുള്ളൊരു പരിശ്രമം നമ്മൾ കണ്ടെത്തുന്നിടത്ത് മാത്രമാണ് നമുക്കെന്താ വിശുദ്ധിയിലേക്ക് വളരാൻ പറ്റുക, കൃപയിലേക്ക് വളരാൻ പറ്റുക. നമ്മൾ പലപ്പോഴും പറയും, കള്ളം പറഞ്ഞു പോകുന്നു. ഓക്കെ, കള്ളം എന്ന് പറയുന്നത് തെറ്റാണല്ലോ, അതിനെ നമുക്ക് എങ്ങനെ അതിജീവിക്കാൻ പറ്റും? കള്ളം പറയാതിരിക്കുക അല്ലേ? കള്ളം പറയുക എന്ന് പറയുന്നത് നമ്മുടെ തിന്മയാണ്, നമുക്കറിയാം. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അതിനെ അതിജീവിക്കാൻ നമുക്ക് എങ്ങനെ പറ്റും? എങ്ങനെ പറ്റും? എങ്ങനെ? കേട്ടില്ല.
കള്ളം പറയാതിരിക്കാൻ പരിശ്രമിക്കുന്നതുകൊണ്ട് മാത്രം എനിക്ക് എൻ്റെ ഈ ഒരു കുറവിനെ അതിജീവിക്കാൻ പറ്റുമോ? വേറെ എന്തൊക്കെയോ നമ്മളവിടെ ഇല്ലാതെ പോകുന്നുണ്ട്. ഞാൻ പരിശ്രമിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താ? സത്യം പറയാൻ ഞാൻ സത്യം പറയാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കാത്തിടത്തോളം കാലം എന്തിലേക്ക് പോകും? കള്ളം പറയുന്ന ശീലത്തിലേക്ക് ഞാൻ വീണു പോകും. അതുകൊണ്ടാണ് തിന്മയെ നന്മ കൊണ്ട് ജയിക്കണമെന്ന വചനത്തിൽ നമ്മൾ വായിക്കല്ലേ, തിന്മയെ നന്മ കൊണ്ട് ജയിക്കണം. അപ്പൊ കള്ളമെന്ന തിന്മയെ നമ്മൾ ജയിക്കേണ്ട ഏത് നന്മ കൊണ്ടാ? സത്യം എന്ന നന്മ കൊണ്ട് ജയിക്കാൻ പറ്റണം. ഇനി അടുത്ത, നമ്മൾ ദേഷ്യപ്പെട്ടു പോകുന്നുണ്ട്, കോപിക്കുന്നുണ്ട്. അതിന് നമുക്ക് എങ്ങനെ അതിജീവിക്കാൻ പറ്റും? അതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിരന്തരം അറിഞ്ഞോ അറിയാതെ സംഭവിക്കുന്ന കാര്യമാണ്. നമുക്ക് എങ്ങനെ അതിജീവിക്കാൻ പറ്റും? കോപിക്കാതിരിക്കുക. കോപം എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അതിന് ഏത് നന്മയാണ് അവിടെ നമ്മൾ കൊണ്ടുവരേണ്ടത്? സത്യത്തിന്റെ കാര്യം, കള്ളത്തെ അതിജീവിക്കാൻ നമ്മൾ സത്യം പറയുന്ന, സത്യം എന്നത് നമ്മുടെ ജീവിതത്തിൽ ആക്കിയെടുക്കുന്നത് പോലെ കോപം എന്നതിന് എന്ത് പറഞ്ഞോ? ഉറക്കെ പറഞ്ഞോ? ഓക്കെ, ക്ഷമിക്കാൻ നമുക്ക് പറ്റണം. ക്ഷമിക്കാൻ ഞാൻ തയ്യാറാകുന്നിടത്ത്, ക്ഷമിക്കാൻ ഞാൻ പരിശ്രമിക്കുന്നിടത്ത് മാത്രമേ എന്റെ ദേഷ്യത്തെ, എന്റെ കോപത്തെ എനിക്ക് ഇല്ലാതാക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെയൊക്കെ ജീവിതത്തെ ചുമ്മാ ഒന്ന് പരിശോധിച്ചേ. ഞാൻ തൊട്ടടുത്ത നിമിഷം ദേഷ്യപ്പെടാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ദേഷ്യപ്പെടില്ല എന്ന് ഞാൻ പ്രിപ്പയർ ചെയ്ത് ഞാൻ ആയിരിക്കുകയാണെങ്കിൽ ഒക്കെ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചോ, നമുക്ക് ആ സാഹചര്യത്തെ അതിജീവിക്കാൻ പറ്റില്ലേ? പറ്റുമോ ഇല്ലയോ? പറ്റില്ലേ? പറ്റും. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിന് ബലഹീനതകളുണ്ട്, കുറവുകളുണ്ട്. അത് ദൈവം അറിയുന്നുണ്ട്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന എന്താ? ഞാൻ അനുതപിക്കണം. ഞാൻ അനുതപിക്കണം. തെറ്റ് പറ്റില്ല എന്ന് ദൈവം പറയുന്നില്ല, കുറവുകൾ പറ്റില്ല എന്ന് ദൈവം പറയുന്നില്ല. പക്ഷെ അനുതപിക്കാനും വിശുദ്ധിയിലേക്ക് വളരാനും ഉള്ള ഒരാഗ്രഹം, ഒരുക്കം ആർക്കുണ്ടാകണം? നമുക്കൊരോരുത്തർക്കും ഉണ്ടാകണം. യാക്കോബ് ശ്ലീഹാ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ തിന്മ സംഭവിക്കുന്ന ഒരു പശ്ചാത്തലം ഇതാ. നന്മകൾ ഏതാണെന്നും നന്മ എന്താണെന്നും ഒക്കെ നമുക്ക് അറിയാം. പക്ഷെ അറിഞ്ഞോ അറിയാതെ നമ്മൾ എന്തിലേക്ക് പോകുന്നു? ഈ നന്മ അറിയാമെങ്കിലും അത് നമ്മൾ കുഴപ്പമില്ല എന്ന് കരുതി അത് നമ്മളങ്ങ് ഉപേക്ഷിക്കുക. കുഴപ്പമില്ല എന്ന് കരുതി നമ്മൾ മാറ്റി നിർത്തുമ്പോൾ നമ്മൾ എന്തിലേക്ക് വീണു പോകുന്നു? പാപത്തിലേക്ക് വീണു പോകുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിലയിരുത്താൻ പറ്റണം. കുറവുകളിലേക്കല്ല, നിറവുകളിലേക്കാ ദൈവം വിളിച്ചിരിക്കുന്നത്. നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട് സക്കേബൂസിന്റെ ജീവിതം. അവൻ ആഗ്രഹിച്ചെന്താ? ഈശോയെ കാണണം. അവന് കുറവുണ്ട്, പൊക്കം കുറവുള്ളതുകൊണ്ട് ഈശോ പോകുന്ന വഴിയിൽ സിക്കമോർ വൃക്ഷത്തിൽ കയറിയിരിക്കുന്നുണ്ട്. ഈശോ പോകുന്ന വഴിയിൽ അവനെ കണ്ടിട്ട് അവനോട് പറഞ്ഞത്, എനിക്കിന്ന് നിന്റെ കൂടെ താമസിക്കണം. ഓക്കെ, ഈശോയോടൊപ്പം അവൻ പോകുന്നു. ഈശോ അവിടെ ചെല്ലുമ്പോൾ അവൻ ഈശോയോട് പറയുന്നത് എന്താ? ഞാൻ വഞ്ചിച്ചെടുത്തത് 4 ഇരട്ടിയായി കൊടുക്കുന്നു, സ്വത്തിന്റെ പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നു. അവൻ ചെയ്തിട്ടില്ല. അവൻ ഈശോയോട് പറയുന്നേ ഉള്ളൂ, അല്ലേ? ചെയ്തോ? പക്ഷെ ആ സക്കേബൂസിനെ നോക്കിയിട്ടാണ് ഈശോ പറയുന്നത്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. അത് സക്കേബൂസ് ചെയ്തിട്ടില്ല. ആ ഒരു തീരുമാനം എടുത്ത നിമിഷത്തിൽ ദൈവം പറയുകയാണ്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തില് ദൈവത്തിന്റെ കാരണം എന്നെ ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ദൈവത്തിന് മാത്രമേ എന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അല്ലേ? കാരണം നമ്മൾ ചെയ്യുന്ന ഏതൊരു ആക്ഷനും ശരിയായൊരു രീതിയിലും അല്ല പുറമെ കാണിക്കാനും ചെയ്യാം. നമ്മൾ പ്രാർത്ഥനയെ പറ്റി, ദാനധർമ്മത്തെ പറ്റി, ഉപവാസത്തെ പറ്റി ഒക്കെ പറയുമ്പോൾ ദൈവം പറയുന്നത് എന്താ? മറ്റുള്ളവരെ കാപട്യത്തോടു കൂടി ചെയ്യുന്നതൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. കപടത ദൈവം വെറുക്കുന്ന ഒരു കാര്യമാണ്.
അപ്പൊ ഞാൻ എന്ത് ചെയ്താലും എന്റെ മനസ്സിൽ ഞാൻ എന്താ ആഗ്രഹിക്കുന്നത്, എന്താ ചിന്തിക്കുന്നത് ആർക്കറിയാം? ദൈവത്തിന് അറിയാം. എന്നെ ഞാൻ ആയിരിക്കുന്നത് പോലെ, ഞാൻ എന്നെ അറിയുന്ന പോലെ തന്നെ എന്നെ അറിയാവുന്ന ഒരേ ഒരാള് അത് ദൈവം മാത്രമാണ്. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ എടുക്കുന്ന തീരുമാനം പോലും ദൈവം അത് കൃത്യമായിട്ട് എന്നെ മനസ്സിലാക്കുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഇപ്പൊ സക്കേവൂസ് ദൈവസന്നിധിയിൽ ഞാൻ ഇത് ചെയ്യുന്നു എന്ന് പറയുന്ന നിമിഷം തന്നെ അവൻ ചെയ്തിട്ടില്ല. അവൻ തീരുമാനം എടുക്കുമ്പോൾ തന്നെയാണ് ദൈവം ഈശോ പറയുക, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഒക്കെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് നമ്മുടെ കുറവുകൾ, ബലഹീനതകൾ തിരിച്ചറിയാനും അതിനെ മാറ്റി നിർത്താനും പറ്റണം. അതോടൊപ്പം തന്നെ നമ്മൾ ചേർന്ന് ചിന്തിക്കുമ്പോൾ ഇതേപോലെ തന്നെ ധനികനായ യുവാവ് ഈശോയുടെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ട് പറയുന്നുണ്ട്, സ്വർഗം ദൈവരാജ്യ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഈശോ ആദ്യം ചോദിക്കും, പ്രമാണങ്ങൾ നിനക്ക് അറിയാമല്ലോ. അപ്പൊ അവൻ പറയുന്ന പ്രമാണം എല്ലാം അറിയാം, ചെറുപ്പം മുതൽ ഞാൻ അതൊക്കെ പാലിച്ചിട്ടുണ്ട്. വീണ്ടും ഈശോ അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്കൊരു കുറവ് ഉണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ നീ എന്നെ അനുഗമിക്കുക. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നാം ദാനമെന്ന് കരുതി മുറുകെ പിടിക്കുന്ന പലതും നമ്മുടെ കുറവുകളാണ്, ബലഹീനതകളാണ്. അതായത് ഏറ്റവും എളുപ്പം ദൈവത്തിൽ നിന്നെ അകറ്റുന്നത് എന്തും, അതായത് ദൈവത്തിൽ നിന്നെ അകറ്റുന്ന എന്തും എന്താണ്? എന്റെ കുറവാണ്. ഞാൻ എന്തൊക്കെ നേടിയാലും, അതായത് നീ മുഴുവൻ നേടിയാലും എന്താ ഈശോ പറയുന്ന, നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, നീ ലോകം മുഴുവൻ നേടിയാൽ നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ നിനക്ക് എന്ത് പ്രയോജനം? അപ്പൊ നമ്മളെല്ലാം നേടിയിട്ടും നമ്മുടെ ആത്മാവിനെ നേടാൻ പറ്റാതെ പോയാൽ ഒരു കാര്യവും ഇല്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മാവിന് വേണ്ടി നമുക്ക് ആയിരിക്കുവാനും ഒരുങ്ങുവാനും വളരുവാനും നമുക്ക് സാധിക്കണം. ആ ഒരു വലിയ ദൈവകൃപയുടെ അനുഭവത്തിലേക്ക് വളർത്താൻ നമുക്ക് പറ്റണം. ധനികനായ യുവാവിനോട് പറഞ്ഞതുപോലെ, ധനം നമ്മൾ മാനുഷികമായി ചിന്തിക്കുമ്പോൾ കുറവാണോ? പൈസ കുറവാണോ? ആണോ? അല്ല. പക്ഷെ അത് അവനെ ദൈവത്തിൽ നിന്ന് അകറ്റിയിട്ടുണ്ട്. അവൻ എല്ലാ പ്രമാണങ്ങളും പാലിക്കുമ്പോഴും എല്ലാം ചെയ്യുമ്പോഴും അത് അവനെ ദൈവത്തിൽ നിന്ന് അകറ്റിയിട്ടുണ്ടെന്നുള്ളത് കൊണ്ടാണ് ദൈവം പറയുന്നത്. അപ്പൊ എന്റെ ജീവിതത്തിൽ അത് പണമാകാം, എന്റെ തൊഴിലാകാം, ഞാൻ ആയിരിക്കുന്ന എന്ത് മേഖലകളുമാകാം, അതെന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. അത് ഞാൻ ഉപേക്ഷിക്കാതെ എനിക്ക് ദൈവത്തിന്റെ കൃപ അത് സ്വീകരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കുവാനും വിചിന്തനം ചെയ്യുവാനും നമുക്ക് സാധിക്കണം. ഈശോ ദേവാലയം നവീകരിക്കുന്ന അനുഭവത്തില്, വിശുദ്ധീകരിക്കുന്ന അനുഭവത്തിൽ പറഞ്ഞതുപോലെ, ആ ജെറുസലേം ദേവാലയത്തിൽ കാളകളും ആടുകളും ഒക്കെ ഉണ്ടായത് ആദ്യം നല്ല ലക്ഷ്യത്തോടു കൂടി തുടങ്ങി, പിന്നീട് അറിഞ്ഞോ അറിയാതെയോ ലക്ഷ്യം മാറ്റപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുകളിൽ നാം ജനിച്ച നാളും മുതൽ ഈ നിമിഷം വരെയുള്ള നാളുകളിൽ നമ്മെ വിലയിരുത്തുമ്പോൾ നമ്മൾ ദൈവാനുഗ്രഹത്തെയും ദൈവകൃപയും ഒക്കെ ആഗ്രഹിച്ച് ഒരുങ്ങിയ നിമിഷങ്ങളുണ്ട്. പക്ഷെ എപ്പോഴൊക്കെയോ അറിഞ്ഞോ അറിയാതെയോ അതിൽ നിന്ന് വഴിമാറിപ്പോയിട്ടുണ്ട്. വഴിമാറിപ്പോയിട്ടുണ്ടെങ്കിൽ അനുദപിക്കാനും വീണ്ടും ദൈവസ്ഥാനത്തിലേക്ക് തിരികെ ചെല്ലാനും നമുക്ക് സാധിക്കണം. അതാരാഗ്രഹിക്കുന്നുണ്ട്? ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരെയും പറ്റി ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു വലിയ ബോധ്യത്തിൽ നമുക്ക് നിരന്തരമായിരിക്കാനും ജീവിക്കാനും പറ്റണം. അപ്പൊ നിരന്തരം നന്മ കണ്ടെത്താനും നന്മ ചെയ്യാനുമുള്ള ഒരു പരിശ്രമം ആർക്ക് വേണം? നമുക്ക് എല്ലാവർക്കും വേണം. നമ്മൾ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അന്ത്യവിധിയെ പറ്റി പറയുമ്പോഴും നീ രോഗിയായിരുന്നു, കാരാഗ്രഹത്തിലായിരുന്നു, വിശക്കുന്നവനായിരുന്നു, ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനോട് ചേർന്ന് പറയുന്ന എന്താ? ഇതൊക്കെ എപ്പോഴാ ചെയ്തതും ചെയ്യാതിരുന്നതും? നീ സഹോദരന്മാർക്ക് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. അതായത് എന്റെ സഹോദരങ്ങൾക്ക് ഞാൻ നന്മ ചെയ്യുമ്പോൾ ആർക്കാ ചെയ്യുന്നത്? ദൈവത്തിനാ. എന്റെ സഹോദരങ്ങൾക്ക് നന്മ ചെയ്യാത്തപ്പോൾ ഞാൻ ആർക്കാ ചെയ്യാത്തത്? ദൈവത്തിനാ. അപ്പൊ എന്റെ സഹോദരങ്ങളെ എനിക്ക് സ്നേഹിക്കാൻ പറ്റണം. അവിടെ മാത്രമേ എനിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് നമ്മുടെ കൂടെയുള്ള എല്ലാവരെയും എന്ത് ചെയ്യും? സ്നേഹിക്കും, ചേർത്ത് പിടിക്കും.
കുറവുകൾ, ബലഹീനതകൾ ഉണ്ടാകാം, ഇല്ല എന്നല്ല. സ്ലീഹന്മാരുടെ ഒക്കെ ജീവിതം നൽകുന്ന അനുഭവവും പാഠവും അത് തന്നെയാണ്. അപ്പൊ നിരന്തരം വിശുദ്ധ സ്ലീഹന്മാരുടെ ജീവിതത്തിൽ അവർ അറിഞ്ഞോ അറിയാതെയോ കുറവുകളുടെ, ബലഹീനതകളുടെ ഒക്കെ മേഖലകൾ വീണു പോകുമ്പോഴും പെന്തിക്കോസ്തിയുടെ അനുഭവത്തിന് ശേഷം നമ്മൾ വചനത്തിൽ നിരന്തരം കാണുക, പീഡനങ്ങൾ ഉണ്ടാകുമ്പോഴും സഹനങ്ങൾ ഉണ്ടാകും, എന്തുണ്ടായാലും അതൊരിക്കലും ഒരു പ്രതിബന്ധമായി മാറിയിട്ടില്ല. അതിനപ്പുറം ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനും ക്രിസ്തു അനുഭവത്തെ പങ്കുവയ്ക്കുവാനും സാധിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വിശുദ്ധ സ്ലീഹന്മാർക്ക് മാറുവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഒക്കെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതുവരെ ഞാൻ എന്തായിരുന്നു എന്നുള്ളതല്ല, ക്രിസ്തുവിൽ പുതിയ വ്യക്തിയായി രൂപപ്പെടാൻ എനിക്ക് സാധിക്കണം. ക്രിസ്തുവിൽ പുതിയ വ്യക്തിയായി രൂപപ്പെടുവാൻ എനിക്ക് സാധിക്കണം. സാവൂൾ പൗലോസായി മാറ്റപ്പെട്ടതുപോലെ, പാപികള് വിശുദ്ധരായി മാറ്റപ്പെട്ടതുപോലെ, ഈശോ സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്. ഈശോ നോക്കുമ്പോൾ നമ്മൾ വചന നിരന്തരങ്ങൾ ഫരീസയർ നിയമജർ ഈശോയെ കുറ്റപ്പെടുന്നത് എന്താ? ഇവൻ പാപികളുടെ കൂടെ ചുങ്കക്കാരുടെ കൂടെ ഒക്കെ ആയിരിക്കുന്നു പറയുന്നത്. ഈശോ അവരിൽ കണ്ട ആരെയാ? പാപിയെ അല്ല, മറിച്ച് വിശുദ്ധരുടെ അനുഭവത്തിലേക്ക് മാറ്റപ്പെടുവാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് ഈശോ കാണുന്നത്. അപ്പൊ നമ്മിലൊക്കെ ഈശോ ആരെ കാണുന്നുണ്ട്? നമ്മിലൊക്കെ ഈശോ ആരെ കാണുന്നുണ്ട്? ഈ വിശുദ്ധയുടെ അനുഭവത്തിലുള്ള ഒരു വ്യക്തിയെ കാണുന്നുണ്ട്. ഈശോ എന്താ ആഗ്രഹിക്കുന്നുണ്ട്? അനുതാപം ആഗ്രഹിക്കുന്നുണ്ട്. നാം കുറവുകളിലാണ്, ബലഹീനതകളാണ് നാം ആയിരിക്കുന്നതെങ്കിൽ ദൈവം എന്താ ആഗ്രഹിക്കുന്നുണ്ട്? അനുതാപം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം എന്നെ പ്രതി സന്തോഷിക്കുകയാണോ ദുഃഖിക്കുകയാണോ? ദുഃഖമാണെങ്കിൽ അതെന്താക്കി മാറ്റണം? സന്തോഷമാക്കി മാറ്റണം. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഈ ഒരു അനുഭവം, സന്തോഷത്തിന്റെ അനുഭവം ദൈവസന്നിധി നൽകുവാനും ദൈവത്തിന്റെ കൃപ, അഭിഷേകങ്ങൾ അത് ഏറ്റുപറയുവാനും ജീവിക്കുവാനും കൃപ തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. നന്മ നിരന്തരം സ്വപ്നം കാണാൻ, നന്മ നിരന്തരം പങ്കുവെക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അപ്പൊ നമ്മുടെ കാണപ്പെടുന്ന എല്ലാ സഹോദരങ്ങളെയും സ്നേഹിക്കാനും ആ വലിയ അനുഭവത്തെ, നിറവിന്റെ അനുഭവത്തെ പങ്കുവെക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ നമുക്ക് അതിനുവേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് അത് തന്നെയാ. വിശ്വാസത്തിന്റെ അനുഭവം അത് തന്നെയാ. നമ്മൾ ദൈവ വിശ്വാസത്തിൽ നമ്മളായിരിക്കുമ്പോൾ ആ വിശ്വാസം എന്ന് പറയുന്ന അനുഭവം ഇത് തന്നെയാണ്. കാരണം ജീവിക്കുന്ന അനുഭവമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഒരിക്കലും വിശ്വാസം ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിലല്ല അർത്ഥം. ഞാൻ ജീവിതത്തിൽ ഞാൻ എങ്ങനെ ആയിരിക്കുന്നതാണ് കാര്യമുള്ള കാര്യം. ഞാൻ വിശ്വസിക്കുന്നെന്ന് പറയുകയും എന്റെ ജീവിതത്തിൽ വിശ്വാസമില്ലാത്ത പോലെ ഞാൻ ജീവിക്കുകയും ചെയ്താൽ അർത്ഥമുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ഈ ഒരു പൂർണ്ണ ബോധ്യത്തിൽ എനിക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ പറ്റണം. എന്റെ ദൈവത്തിന് മുമ്പിൽ അത് പൂർണ്ണമായ അർപ്പണ ബോധ്യത്തോടെ എനിക്ക് നൽകാൻ പറ്റണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ നൽകുന്ന ഒരു വലിയ പ്രതികരണമുണ്ട്. വിശ്വാസത്തെ പറ്റി പറഞ്ഞു നിർത്താം. നമ്മൾ ഈ ദേവാലയത്തിൽ നമ്മൾ ആയിരിക്കുന്നു. ആത്മീയ തലങ്ങളൊക്കെ ഒന്ന് വിട്ടേക്ക്. ഭൗതികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാ സ്വസ്ഥമായിട്ട് ഒരു ദേവാലയത്തിലായിരിക്കുന്നേ? എന്തുകൊണ്ടാ? നമ്മൾ പറയാതെ പറയുന്ന കുറെ കാര്യങ്ങൾ ഞാൻ ചുമ്മാ പറയാം. ഈ ഫാനിന്റെ താഴെ ഇരിക്കുന്നു. ഈ ഫാൻ താഴെ വീഴത്തില്ല എന്നറച്ച ബോധ്യമുള്ളത് കൊണ്ടല്ലേ? താഴെ വീഴുമെന്ന് തോന്നിയാൽ സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കുമോ? അപ്പൊ ഞാൻ അതങ്ങനെ മനസ്സിലാക്കിയത്, അവിടെ ഇരിക്കുന്ന കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മുടെ ഓരോ പ്രതികരണവും നമ്മുടെ വിശ്വാസത്തിന്റെ അനുഭവങ്ങൾ. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഡ്രൈവറെ വിശ്വസിക്കുന്നില്ലേ? ആ ഡ്രൈവർക്ക് ഓടിക്കാൻ അറിയാമോ നമ്മളൊന്ന് സംശയിച്ച് വണ്ടിയെ കയറുമോ? അപ്പൊ ഇതൊക്കെ നമ്മുടെ പ്രതികരണങ്ങളാ. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന പ്രതികരണങ്ങൾ എന്ത് വ്യക്തമാക്കുന്നുണ്ട്? നമ്മുടെ വിശ്വാസം വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചിന്തിച്ച എല്ലാ കാര്യങ്ങളും അതിന്റെ ഭാഗമാണ്. എന്റെ പ്രതികരണം എങ്ങനെയാണെന്ന് ഞാൻ നോക്കിയാൽ മാത്രം മതി. എന്റെ പ്രതികരണം, അതായത് ദൈവത്തിന്റെ സന്നിധിയിലും എന്റെ സഹോദരങ്ങളോടുള്ള ബന്ധത്തിലും എന്റെ പ്രതികരണം എപ്രകാരമാണെന്ന് നോക്കിയാൽ മാത്രം മതി ഞാൻ വിശ്വാസത്തിൽ എവിടെയാണ് നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കാനും
അത് നമ്മുടെ പ്രവർത്തനങ്ങളുടെ തലങ്ങളിൽ നമ്മൾ കാണപ്പെടുന്ന സഹോദരങ്ങളെ സ്നേഹിച്ചുകൊണ്ട്, കുറവുകൾ ബലഹീനതകൾ ഉണ്ടായാൽ അനുദപിച്ചുകൊണ്ട് വീണ്ടും ദൈവസ്ഥാനത്തിലേക്ക് തിരികെ ചേരുവാനുള്ള ഒരു ആഗ്രഹം, പരിശ്രമമാണ് നമ്മുടെ വിശ്വാസ ജീവിതം. അപ്പൊ ഒരു വിശ്വാസത്തിൽ നമുക്ക് ആഴമായി വളരാൻ തക്കവണ്ണം നമ്മൾ രൂപപ്പെടുത്താൻ നമുക്ക് ആഗ്രഹിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളെല്ലാം ദൈവസ്ഥാനത്തിൽ സംരക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് നിർത്താം. യേശുവേ നാഥ, ഒരിക്കൽ കൂടെ ഞങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളായിരുന്ന എല്ലാ സാഹചര്യങ്ങളെയും സമർപ്പിക്കുക. ദൈവമേ, അവിടുത്തെ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ബലഹീനതകള്, കുറവുകളൊക്കെ കടന്നു വരുന്നുണ്ട് തമ്പുരാനെ. അവിടെയൊക്കെ അനുദപിക്കുവാനും യഥാർത്ഥ അനുതാപത്തോടെ ആ ദൈവകൃപയിൽ വിശുദ്ധിയിൽ വരുവാൻ തക്കവണ്ണം ദൈവമേ ആഗ്രഹിക്കുമ്പോൾ ആ ഒരു ഒരുക്കം ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങൾ, സാഹചര്യങ്ങളൊക്കെ സമർപ്പിക്കുക. നന്മയായി ഞങ്ങൾ ആഗ്രഹിച്ചു തുടങ്ങിയത് വഴിമാറിപ്പോയിട്ടുണ്ടെങ്കിൽ ദൈവം തിരിച്ചറിയുവാനും അത് തിരുത്തുവാന് വീണ്ടും അതിനെ നന്മയാക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകൾ തിരിച്ചറിയുവാനും ആ കുറവുകൾ അതിജീവിക്കുവാൻ തക്കവണ്ണം നന്മകൾ കണ്ടെത്താൻ, നന്മ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ രൂപപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേവാലയ കൂട്ടായ്മയും ഞങ്ങളെല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. വിശുദ്ധ സ്ലീഹന്മാരില് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകി അവരെ ശക്തിപ്പെടുത്തിയതുപോലെ ആത്മാവിന്റെ അഭിഷേകം കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ ദേവാലയത്തെ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളെയൊക്കെ ആത്മാവിന്റെ അഭിഷേകത്താൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. എല്ലാ നിയോഗങ്ങളിലേക്ക്, ആഗ്രഹങ്ങളിലേക്ക്, സ്വപ്നങ്ങളിലേക്ക് ദൈവമേ കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിയോഗങ്ങളെ സമർപ്പിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ.